വില്ലത്തി ആദ്യമായിട്ടാണ് വില്ലത്തി പോലത്തെ. ഞാൻ ഫസ്റ്റ് ചെയ്തിരുന്നത് സെക്കൻഡ് ലീഡാണ്, പക്ഷെ എല്ലാവരും വില്ലത്തിയായിട്ടായിരുന്നു അത് കണക്കാക്കിയിരുന്നത്. പക്ഷെ ഇത് വരുമ്പോൾ വളരെ എല്ലാവരെയും ക്രൂരമായി പീഡിപ്പിക്കുക എന്നൊക്കെ ഉള്ള മെൻറ്റാലിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരുമോ, ഇവരുദ്ദേശിക്കുന്ന രീതിയിലാവുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ചാനലിൽ നിന്നൊക്കെ എല്ലാവരും കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനം. ചാനലിൽ നിന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല, അഭിനയിച്ച മാതിരി തോന്നിയിട്ടില്ല. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. സത്യം ചാനലിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ പറയുന്നത്. അല്ല, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുമ്പോൾ പറയും, എൻ്റെ അമ്മ പറഞ്ഞുകൂടി നീ അഭിനയിക്കണം, നീ വെറുതെ നിന്നാലും വില്ലത്തിന്ന്. ഈ കുറെ ഫ്രണ്ട് സർക്കുലേഷൻ ഉള്ള ആളാണ്, മനസ്സിലായി അല്ലേ? പക്ഷെ അന്ന് കണ്ടപ്പോൾ കുറെ ആൾക്കാരുണ്ടല്ലോ. ഇല്ല, പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് ഒരാളെ കണ്ടപ്പം അയാൾ പറഞ്ഞു ഞാനൊരു ഷോയിലേക്ക് റെക്കമെൻഡ് ചെയ്ത് പുള്ളിക്കാരി പോയില്ല എന്ന്. ബ്ലെസ്ലി ഞാൻ കണ്ടായിരുന്നു. ബ്ലെസ്ലി സുഹൃത്തല്ലേ? ബ്ലെസ്ലി സുഹൃത്ത് ഞാൻ മുന്നേ നമ്മുടെ ഇന്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു, പക്ഷെ അതൊന്നും പുറത്തു വന്നില്ല. അത് കഴിഞ്ഞ് പുള്ളി ബിഗ് ബോസിലൊക്കെ കയറി, പിന്നെ ആ ഒരു രീതിയിൽ അങ്ങ് പോയി. പിന്നെ നമ്മൾ കണ്ടിട്ട് സംസാരിച്ചിട്ടൊന്നും ബിഗ് ബോസിനെ കയറിയ ശേഷം പിന്നെ കണ്ടിട്ടില്ലേ? ഇല്ല ഇല്ല ഇല്ല, വീട്ടിൽ വന്നിട്ടില്ല, ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. ബ്ലെസ്ലി പിന്നെ ദിൽഷയെ വെച്ചിട്ടൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് എപ്പോഴെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ? എന്തിന്? എങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ചെറിയ ക്രഷോ അറിയാം. പിന്നെ അവിടെ അവരുടെ ഒരു ഫ്രണ്ട് സർക്കിൾ കുറച്ച് അവരെല്ലാരെയും അറിയാം. അവരെല്ലാം ഇപ്പൊ ഫേമസ് ആണ്. കൂട്ടത്തിലുള്ള എല്ലാവരും ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും ഓരോ പേജസ് തുടങ്ങിയല്ലേ. ഈ കഥാപാത്രത്തിലേക്ക് നമ്മൾ ബാക്ക് ടു മണിമുത്തിലേക്ക് വരുവാണെങ്കിൽ, കഥാപാത്രം ഞാൻ 1-2 എപ്പിസോഡ് ഞാൻ കണ്ടു. അലിഫുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഞാൻ കണ്ടു. അലിഫിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ അലിഫിൻ്റെ ഫേസ് കാണുമ്പോൾ ചില സമയം ചിരിച്ചു തോന്നിയിട്ടുണ്ടോ? ചില സമയം റൂട്ട് ഫേസ്. അലിഫിൻ്റെ ഒരു സ്വീറ്റായിട്ടുള്ളൊരു എന്താ പറയുക, ചോക്ലേറ്റ് ബോയ് ഒക്കെ ഉള്ളൊരു ഫേസാണ്. ഷാനത്തൊരു റൂട്ട് ഫേസ് വരുമ്പോഴത്തേന് എപ്പോഴെങ്കിലും അങ്ങനെ ചിരിയില്ല, പറയുമ്പോൾ തന്നെ ചിരിക്കുക അവിടെ ഇപ്പോൾ ആള്. എന്താ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതേ പുള്ളിക്കാരനാണ്. ഇങ്ങനെ ചെയ്യണം എന്നെ ഇവിടെ കൊണ്ട് ഇറക്കുന്നതൊക്കെ പുള്ളിയാണ്. പിന്നെ ഇപ്പൊ ഞാൻ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ എനിക്കിതെല്ലാം വേണം, സ്വത്ത് വേണം. പുള്ളി ഒതുങ്ങിയപ്പോ ഞാനാണിപ്പോ ഇതെല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് പറയണ ഒരു ക്യാരക്ടറാണ്. പിന്നെ അലിഫ് ഫ്രണ്ട്ലി ആണ്, നല്ല എന്താ കൂടെ നമ്മൾ ചെയ്യുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ നിൽക്കുന്ന ഇതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരല്ലേ ബാക്കി. പിന്നെ പുള്ളിയെ കുറിച്ച് പറയാനാണെങ്കിൽ കൂടെ എന്റെ പൗഡർ കട്ട് എടുത്തിട്ട് പോയി. അലിഫ് ശ്രുതികയുടെ പൗഡർ മോഷ്ടിക്കാറുണ്ട് എപ്പോഴും. പൗഡർ ബാഗ് ഫുള്ള് കൊണ്ടുപോകും. ആ പൗഡർ ഇട്ടോണ്ടാണ് അപ്പൊ എന്റെ അടുത്ത് ഇന്റർവ്യൂവിന് അലിഫ് വന്നിരുന്നത് അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് തമ്പ് കിട്ടി. അലിഫിനെ കുറിച്ചൊരു തമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ശ്രുതികയുടെ പൗഡർ ബാഗ് കട്ടോണ്ട് പോയ നായകൻ എന്ന് പറഞ്ഞ തമ്പ് കൊടുക്കാം. ആന്നോടെ എങ്കിലും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ ശ്രുതികയുടെ ഈ ചിരി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കാര്യം. ഇപ്പം നല്ല രീതിയിൽ ഇപ്പോൾ മറ്റു സീരിയലുകളൊന്നും ഒഴിവാക്കി, സുന്ദരിയൊക്കെ ഒഴിവാക്കിയല്ല, അത് തമിഴിൻ്റെ റീമേക്ക് ആയിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ക്യാരക്ടർ കഴിഞ്ഞു, തമിഴിൽ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പിന്നെ കുറച്ചുകൂടെ പോയി എങ്കിലും അത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ വീണ്ടും അവർ വിളിക്കുന്നുണ്ട്. കാര്യം തമിഴിലെ ട്രാക്ക് നമുക്ക് മലയാളത്തിൽ വരുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിച്ചവരെല്ലാം മാറി. എല്ലാവരും മാറി. അത് ചോദിക്കാനായിരുന്നു എന്താണ് ആ ലൊക്കേഷനിൽ എന്താണ് ചെറിയ. ഇപ്പോൾ 3ാമത്തെ സുന്ദരി വന്നു. പിന്നെ ഡയറക്ടറെ കുറിച്ച് എൻ്റെ ചാനലിൽ തന്നെ, ഞങ്ങളുടെ ചാനലിൽ തന്നെ സംസാരിച്ചു. ഒരു ആർട്ടിസ്റ്റ് സംസാരിച്ചു. ശ്രുതികയ്ക്കും അറിയാം, അതിനകത്ത് മറ്റ് പലർക്കും അറിയാം അവിടെ എന്തൊക്കെയാണ് പ്രോബ്ലം എന്നുള്ളത്. ആക്ച്വലി എന്താണ് പ്രോബ്ലം ലൊക്കേഷനിൽ? അതായത് ഇപ്പോൾ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പല സ്ഥലത്തു നിന്ന് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്, പല സ്വഭാവത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞു നിന്നാൽ, എല്ലാവരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി നിന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു ലൊക്കേഷനിലായാലും പോയി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നാള് ഇങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പൊ എല്ലായിടത്തും പോലെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് ഓരോരുത്തർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതായി പോകുന്നത്. അല്ല എങ്കിലും പ്രശ്നം എന്താണ് അവിടെ? എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം എന്താണ് വരുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് എനിക്ക് അങ്ങനെ ഒന്നും വലിയ രീതിയിലുള്ള ഇതൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഞാൻ അവിടെ നിന്ന് മാറി. എൻ്റെ ക്യാരക്ടർ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറി. അതിനുശേഷം ഞാൻ ഇങ്ങനെ അറിഞ്ഞു എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആർട്ടിസ്റ്റുകളെല്ലാം മാറിപ്പോയി. നായിക മാറി. അതിനുശേഷം നിഹാസ്, ശില്പ എല്ലാവരും മാറി. ഏഷ്യാനെറ്റിൽ. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് വർക്കുകളൊക്കെ വന്നപ്പോഴും കൂടി ആവാം. പേയ്മെന്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ല. തുടക്കത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു. അത്
ഓൾറെഡി ഒരു പ്രൊഡ്യൂസർ മാറിയിട്ടല്ലേ ഇവിടെ വന്നേ. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ അവരത് പക്ഷെ കാളിദാസ പ്രൊഡക്ഷൻ നല്ല പേരുകേട്ട ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അതെ അത് ഞാൻ പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാളിദാസയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സീരിയലിൽ അവിടെ വരുമ്പോഴത്തേന് ഫുള്ള് നെഗറ്റീവാണ്. ഞാനൊരു ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ തന്നെ അവിടെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ചെറിയൊരു എഗെയിൻസ്റ്റ് സംസാരിക്കുകയും ഞാൻ പറയാത്ത കാര്യങ്ങൾ അവിടെ പറയും. മറ്റേ ഡയറക്ടറുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം ഈ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നങ്ങളും ഉണ്ട്. ഒരാൾ പറയുന്നത് വേറൊരാളുടെ ഇടയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഇത് നടന്ന സംഭവം ആയിരിക്കത്തില്ല അവിടെ എത്തുന്നത്. ഈ കേൾക്കുന്ന വ്യക്തി എന്താണ് നടന്നതെന്ന് പോലും തിരക്കില്ല. ഈ വന്ന് പറഞ്ഞത് കേട്ട് വെച്ചിട്ട് ജഡ്ജ് ചെയ്ത് അങ്ങനെ അടുത്ത കാര്യങ്ങളിലേക്ക് പോകും. അത് മെയിൻ ഒരു എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോദിക്കുന്ന പതിവൊന്നുമില്ല. അത് ആ ഒരു പ്രശ്നം. ഞാൻ ആ ഹോസ്പിറ്റലിൽ ഷൂട്ടിന് വന്ന സമയത്ത് അവിടെ ചെറിയൊരു ക്ലാഷ് ഉണ്ടായി. ഡയറക്ടറോടെ ചെറിയ ക്ലാഷ് ഉണ്ടായി. സംസാരത്തിൻ്റെ രീതി ശരിയല്ല പുള്ളിയുടെ. അത് വേറൊരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ എഗെയിൻസ്റ്റ് സംസാരിക്കാൻ നോക്കി. പക്ഷേ ഞാനവിടെ ദിവ്യൻ ചേട്ടൻ പറഞ്ഞിട്ടാണ്, ഡയറക്ടർ പറഞ്ഞിട്ടാണ് അവിടെ വന്നത്. പക്ഷെ പുള്ളി അത് ലാസ്റ്റാണ് അറിഞ്ഞത്. പിന്നെ ഈ ആർട്ടിസ്റ്റിനെ വിളിച്ച് അങ്ങോട്ട് പറയണ്ടായി. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കുറെ ഈഗോ പ്രശ്നങ്ങളും അങ്ങനെ. നമ്മള് ഈ പറയുന്ന ഒരു ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന പോലെ അവിടെ നിൽക്കണം. ലാസ്റ്റ് വരെ നിൽക്കുന്നവൻ 100 വരെ നിൽക്കുന്ന ആള് വിന്നർ അല്ലേ? അത് തന്നെ. അപ്പം അതെനിക്ക് തോന്നുന്നത് ഒരുവിധ ഞാൻ എന്റെ ക്യാരക്ടർ ഫുള്ള് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ സന്ധ്യേച്ചിയുടെ അടുത്ത് പറഞ്ഞിരുന്നു. എല്ലാവരുമായിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ഈ സീരിയൽ വരുമ്പോൾ ചാനലിൽ നിന്ന് തന്നെ എന്നെ മാറ്റണം എന്ന് വരെ പറഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റ് സീരിയൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ ഇൻഡസ്ട്രിയിൽ തന്നെ കുറേ അന്ധവിശ്വാസങ്ങളുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് എനിക്ക് ചിലപ്പോൾ എൻ്റെ കരിയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എന്തൊക്കെ സഹിച്ചിട്ടും അവിടെ നിൽക്കണം, കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതങ്ങനെ ലാസ്റ്റ് വരെ പോയി. ആ ഒരു സമാധാനം. ഫസ്റ്റ് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയെന്നുള്ളൊരു ഇതുണ്ട്. അതൊരു സക്സസ് ആക്കിയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു സന്തോഷം. പലപ്പോഴും ഞാനിങ്ങനെ കുറേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രഷറിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ഇപ്പം ഞാൻ കളഞ്ഞിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എങ്കിലും ഫസ്റ്റ് വർക്കല്ലേ, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുപോലെ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്ന കാര്യം പറഞ്ഞു, ബിഗ് ബോസിലേക്ക് പോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? കാര്യം റെനീഷയുടെ ചെറിയ കട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? റെനീഷ റഹ്മാൻ പറഞ്ഞിട്ടില്ല. വന്നാൽ ഇപ്പം ഞാൻ പറയുന്നത് അതുപോലെ ഉണ്ട് കേട്ടോ. പല സീരിയൽ നടിമാരെ മാത്രം പോരല്ലോ നമുക്ക് ബിഗ് ബോസിൽ പോവാൻ. പിന്നെന്ത് വേണം? ഭാഗ്യം വേണം. ഒരു ക്വാളിറ്റി വേണ്ടേ? അപ്പൊ ക്വാളിറ്റി ഇല്ലേ? എനിക്ക് പറ്റില്ല. അത് ഞാൻ ചോദിക്കുന്ന ബിഗ് ബോസിൽ പോയി നിൽക്കണ ക്വാളിറ്റി, എല്ലാ ക്വാളിറ്റിയുള്ള ആൾക്കാരാണ്. പക്ഷെ അവിടെ പോയാൽ ക്വാളിറ്റി നഷ്ടപ്പെടുമെന്നാണ് മറ്റു പലരും പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതൊരു ഷോ ആണ്. എനിക്കെന്തോ ലാസ്റ്റ് സീസൺ കണ്ടപ്പോൾ, ഞാൻ ഫസ്റ്റ് സീസൺ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ. നമ്മുടെ ശ്വേതാ മേനോൻ, രജനി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ലാസ്റ്റ് ഇപ്പോഴത്തെ ജാസ്മിനൊക്കെ ഉണ്ടായിരുന്ന സീസൺ കുറച്ചൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു എന്തോ പ്രശ്നങ്ങൾ പോലെ. ഫസ്റ്റ് സീസണിന്റെ ഒരു ഗെയിം അതിനകത്തുണ്ടെന്ന് മനസ്സിലായോ? കാര്യം ജാസ്മിക്ക് കിട്ടും എന്ന് പറയുന്നത് ജിൻഡോ ചേട്ടൻ കൊണ്ടുവന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ടോ? എന്താണ് ഗെയിം എന്ന് എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ക്യാരക്ടർ എന്താണെന്ന് സ്വയം മനസ്സിലാക്കാൻ ഉള്ളൊരു സ്ഥലം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരാരും അത് മനസ്സിലാക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൽ ഒരു തവണ ലാലേട്ടൻ തന്നെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ക്യാരക്ടറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനും കൂടിയുള്ള അവസരമാണത്. പക്ഷെ പലരും അത് തിരുത്തുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയണത് മാത്രം ശരി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ചിലരൊക്കെ ഫേക്കായിട്ട് നിൽക്കുന്നുണ്ടായിട്ട് തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഫേക്ക് ആണ്, വെറുതെ വഴക്ക് കൂടാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടും. അതായത് എനിക്ക് സ്ക്രീൻ സ്പേസ് എന്ന് പറയും, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വരുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലുമൊക്കെ സിനിമയിലേക്ക് കോൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടോ, അവസരം നോക്കുന്നുണ്ട്? ഇതിന്റെ ഇടയ്ക്ക് ഒരു അവാർഡ് ഫിലിം പോലെ ദ സ്പോയിൽസ് എന്ന് പറഞ്ഞ ചെയ്തു, ഒരു ചെറിയ വേഷം. ഏതാണ് ദ സ്പോയിൽസ്? അത് അതിനകത്ത് ആരായിരുന്നുള്ളത്? അതില് പ്രായമായ ആൾക്കാരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ ആ പുള്ളിയുടെ മകളായിട്ട് ചെയ്ത്. അപ്പൊ ഞാൻ അതായത് പുള്ളി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു, പക്ഷെ പുള്ളി എവിടെ പോയെന്ന് നമ്മൾ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു ചെറിയ കഥ. അതിനകത്ത് കൊട്ടാരക്കരയുള്ള ആരെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ അതിനകത്തൊരു കഥാപാത്രം ചെയ്യാനായിട്ട്? ആശ ചേച്ചിയാണോ? അല്ല, സുനിൽ ബാബു എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഗവൺമെന്റ് എംപ്ലോയി ആണ്. പുള്ളി അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതിനകത്തുണ്ടെന്നുള്ളതാണ്. കൊട്ടാരക്കര ഷൂട്ടേ ഉള്ളായിരുന്നുള്ളൂ. എനിവേ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാര്യം ഉറങ്ങുമായിരുന്നു, ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അല്ലേ? എന്തെങ്കിലും പ്രാങ്ക് വല്ലതും കിട്ടിയായിരുന്നല്ലോ അന്നല്ലേ? അന്ന് ഞാൻ തന്നായിരുന്നു. എന്തൊക്കെ സംസാരിച്ചു. പക്ഷെ അന്ന് നമ്മളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വെള്ളവടി എതിരാന്ന് പറഞ്ഞത്, ഡ്രിങ്ക്സ് കഴിക്കുന്ന എതിരാന്ന് പറഞ്ഞത്. അപ്പം മിക്ക ആൾക്കാർ ചോദിക്കും, ബിയർ കഴിച്ചിട്ടാണോ തടിച്ചെന്ന് ചോദിക്കും. അതെന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലേ? ചോദിക്കുന്നുണ്ടല്ലേ?
ബിയർ കഴിച്ചിട്ടാണോ അടിച്ചത്? നീ ബിയർ അടിക്കുമല്ലേ? നീ പെട്ടെന്ന് വണ്ണം വെച്ചല്ലോ, നീ ബിയർ അടിക്കുവോ അല്ലെങ്കിൽ നീ മദ്യപിക്കുവോ എന്നുള്ള രീതിയിൽ സംസാരിക്കും. ബിയർ അടിച്ചാൽ മാത്രമേ വണ്ണം വെക്കൂ? ഒരിക്കലും ഇല്ല. ഭക്ഷണം നന്നായിട്ട് കഴിച്ചാൽ മതി. പറയാൻ എന്താ, ആ വീട്ടിൽ നല്ല ആഹാരം നന്നായിട്ട്. സത്യം പറഞ്ഞ ഷവർമയാണ് എന്റെ തടി. ഷവർമ ഇപ്പൊ ഡേഞ്ചർ ആട്ടോ. ഷവർമ പിന്നെ ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഷവർമ കഴിച്ചിട്ടോ? ഷവർമയുടെ അല്ലാതെ ഒരു ഹെൽത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സർജറി കാര്യമായിട്ട് അങ്ങനെ അത് ക്ലിയർ ആയി. അപ്പോൾ എനിക്ക് വർക്കൗട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെയും ഒക്കെ. പിന്നെ ഫുഡ് ഡയറ്റ് ഉണ്ടായിരുന്നു. അതായത് മുട്ട, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ തന്നെ കഴിക്കണം. അപ്പോൾ ആ സമയത്ത് എനിക്കത് വേറെ എൻ്റെ വണ്ണം കുറയാനായിട്ടുള്ള ഡയറ്റ് എനിക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ട് ആ സാഹചര്യത്തിൽ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഡെയിലി ഇപ്പം എത്ര കുപ്പി വെച്ചിട്ട് ബിയർ അടിക്കുക? അല്ല, മറുപടി പറയണ്ടേ, മറ്റുള്ളവരുടെ അടുത്ത് പറയണ്ടേ. വണ്ണം വെക്കുന്ന ബിയർ കഴിച്ചാൽ മാത്രമല്ല, നല്ല വീട്ടിൽ ആഹാരം തീർച്ചയായിട്ടും പഴങ്ങഞ്ഞി കഴിച്ചാൽ നന്നായിട്ട് വണ്ണം വെക്കും, ഉറപ്പായിട്ടും അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ചിരിച്ചോണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നതിന് വളരെ സന്തോഷം. ഞങ്ങൾ വിചാരിച്ച് തരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അല്ല, നമ്മൾ ഓരോരുത്തർക്ക് ചിന്തിക്കാമല്ലോ, ചിന്തിച്ചു കൂട്ടാമല്ലോ. അപ്പോൾ നമ്മുടെ മൂവി വേൾഡ് വീഡിയോയിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഞാൻ അന്ന് നമ്മൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിലും പറഞ്ഞത് തന്നെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇതുവരെ വന്നു, 3 പ്രോജക്റ്റായി, ഒരു സിനിമ ചെയ്തു. പിന്നെ എന്താ, നല്ല നല്ല വർക്കുകൾ വരട്ടെ, സപ്പോർട്ട് ചെയ്യും. ഇനി എല്ലാം നല്ല വർക്കുകൾ വരട്ടെ. നല്ല ഈ വില്ലത്തി കഥാപാത്രം ഒരു 1000-2000 എപ്പിസോഡ് പോട്ടെ. ആ സമയത്ത് 1000 എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ വരും, ആഘോഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരെണ്ണോടെ 300 എപ്പിസോഡിന്റെ ആഘോഷം ഉണ്ടായിരുന്നു. 300 വേണ്ട, നമുക്ക് 1000 വരും, നമുക്കൊന്ന് ആഘോഷിക്കാം. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.